ഇനിയിപ്പോ വരാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതല്ലേ നല്ലത്. എന്താലോചിക്കാൻ? അവളും അവളുടെ അമ്മായിയമ്മയും കൂടി അവിടെ തന്നെ കിടക്കട്ടെ. ഏട്ടത്തിക്കോ അത് തന്നെയായിരിക്കും യോഗം. ഓ, ഇടയ്ക്കിടയ്ക്ക് ഈ ആന്റിയുടെ കുഴപ്പം ഇതാ, മണ്ടത്തരങ്ങൾ മാത്രം ചിന്തിച്ചു കൂട്ടൂ. എന്നെ തുറച്ചു നോക്കിയിട്ട് കാര്യമില്ല ആന്റി. ആന്റിയുടെ പ്രശ്നം എന്താണെന്ന് അറിയോ? നിധിയെ നന്നായിട്ട് ആന്റിക്ക് അറിയില്ല എന്നുള്ളതാ. അവൾ എടുത്തു പിടിച്ച് ഇവിടെ വന്ന് പാർവതി ആന്റിയെ വീട്ടിൽ കൊണ്ട് നിർത്തിയത് വെച്ച് വിളമ്പി ഊട്ടിച്ച് അവരെ സംരക്ഷിക്കാനാണെന്നാണോ ആന്റി കരുതിയിരിക്കുന്നത്? പാർവതി ആന്റി അവിടെ അങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോ ഈ വിഷയം നേരെ പോകുന്നത് സിംഗപ്പൂരിലേക്കായിരിക്കും, ഗോപിയങ്ങളുടെ അടുത്തേക്ക്. നിന്ന നിപ്പിന് അങ്കിള് ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ പറന്നിറങ്ങും. ആന്റി, പിന്നെ കളിയങ്ങ് മാറും. കാര്യങ്ങളെല്ലാം ആന്റിയുടെ കൈവിട്ട് പോവും. പാർവതി ആന്റിയുടെ തിരിച്ചുവരവായിരിക്കും പിന്നെ നമ്മൾ കാണാൻ പോകുന്നത്. ആ തിരിച്ചുവരവ് ആന്റി കരുതുന്നത് പോലെ പാർവതി ആന്റി തനിച്ചായിരിക്കില്ല. ഒപ്പം മാലും പിടിച്ച് നിധിയും ഈശ്വരമംഗലത്തേക്ക് തിരികെ വരും. നടക്കില്ല. അവളുടെ ഒരു മോഹവും നടക്കാൻ പോകുന്നില്ല. ഏട്ടത്തി തിരിച്ചു വന്നാലല്ലേ നിധിയും കൂടെ വരും. ഏട്ടത്തി തിരിച്ചു വരാതിരിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. ആ, ഒരർത്ഥത്തില് ഏട്ടത്തി ഇവിടെ ഇല്ലാതിരിക്കുന്നതാ നമുക്ക് നല്ലത്. അല്ലെങ്കിൽ ഫോൺ ചോർത്തലും പരിപാടികളും ഒക്കെ ആയിട്ട് നമ്മുടെ സർവ്വ രഹസ്യങ്ങളും നിധിയുടെ കയ്യിലേക്ക് എത്തും. ആന്റി ഈ പറഞ്ഞത് സത്യം. ഇങ്ങനെയും പാർവതി ആന്റി തിരിച്ചു വരാതെ നോക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയെ പോലുള്ള നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിയാ കൊള്ളാം. എടി, ഞാൻ പറഞ്ഞത് ഓഫീസ് കാര്യമാ. പ്രണവ് എന്തായാലും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഓഫീസിലേക്ക് ഇനി വരുമെന്ന് തോന്നുന്നില്ല. ആ ഉത്തരവാദിത്വം എല്ലാ അർത്ഥത്തിലും